ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. അപ്പോൾ എന്താണ് സോളാർ സിസ്റ്റം എന്ന് നമുക്കൊക്കെ അറിയോ? അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാപ്റ്ററിൽ എന്താണ് സോളാർ സിസ്റ്റം എന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നും നമുക്ക് നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഫസ്റ്റ് സ്ലൈഡിലുള്ള How wonderful it is to watch the sky after sunset. അപ്പൊ മക്കൾക്കറിയാം എന്താണ് ഈ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞ് അല്ലെ രാത്രി ഈ നമ്മുടെ ആകാശം നോക്കുമ്പോ എന്ത് ഭംഗിയാണ് അല്ലെ കാണാൻ. എന്തൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ സ്കൈയില്? മൂൺ ഉണ്ടാവും, സ്റ്റാർസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, and would notice one or two bright dots shining in the sky. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡോട്ട്സ് പോലെ സ്കൈയിൽ ആരെയാണ് മക്കൾ കാണാറുള്ളത്? സ്റ്റാർസിനെയാണ് അല്ലെ. And soon you would see the number increasing. അങ്ങനെ ഒരു സ്റ്റാറിനെ നമ്മൾ കണ്ടു തുടങ്ങി, പിന്നെ പിന്നെ കുറെ സ്റ്റാർസിനെ അറിയും സ്കൈയിൽ രാത്രിയാവുമ്പോ അല്ലെ. ഓക്കെ, and you cannot count them anymore. അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര സ്റ്റാർസ് ഉണ്ട് സ്കൈയിൽ എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചെറുപ്പത്തിലൊക്കെ അമ്മമാര് ഭക്ഷണം കഴിപ്പിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് സ്റ്റാർസ് ഒക്കെ കാണിച്ചിട്ട് മൂണൊക്കെ കാണിച്ചിട്ടാണ് കഴിപ്പിക്കാറുള്ളത് അല്ലേ. പിന്നെ വേറൊരു ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ മരിച്ച ആളുകളൊക്കെ എന്താണ് പുനർജനിച്ച് സ്റ്റാർസ് ആയിട്ട് മാറും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്, അത് മക്കൾക്ക് അറിയാലോ. അപ്പൊ നോക്കാം. The whole sky is filled with tiny shining objects. അല്ലെ, അത്രയും നമ്മുടെ സ്കൈ എന്ന് പറയുമ്പോൾ അത്രയും ടൈനി ആയിട്ടുള്ള ഷൈനിങ് ഒബ്ജക്റ്റ് ആണ് എന്ത്, നമ്മുടെ സ്റ്റാർസ്. ഓക്കെ, മൂണ്. Some are bright, others dim. ചില സ്റ്റാർസ് എന്ന് പറയുന്നത് നല്ലോണം ഷൈൻ ചെയ്ത് നിൽക്കും അല്ലെ, ചിലതൊരു ഡിം ലൈറ്റ് ആയിരിക്കും, അത്ര ഷൈനിങ് ഇല്ലാത്ത സ്റ്റാർസും ഉണ്ട്. ഓക്കെ, and it seems as if the sky is stunted with diamonds. Diamonds എങ്ങനെയാണ് അല്ലെ, രത്നക്കല്ലുകളൊക്കെ ഇങ്ങനെ മിന്നുന്നത് കണ്ടിട്ടില്ലേ ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം. അതുപോലെയാണ് സ്റ്റാർസ് സ്കൈയില് ഷൈൻ ചെയ്യുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ നോക്കുക, how wonderful it is to watch the sky after sunset. Would first notice one or two bright dots that shining in the sky. അല്ലെ, soon you would see the number is increasing, isn't it? Okay, second point നോക്കിക്കേ, and you cannot count them anymore. നമുക്ക് എത്ര സ്റ്റാർസ് ഉണ്ട് എന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. The whole sky is filled with tiny shining objects. Okay, some are bright and others were dim. Okay, it seems as if the sky is studded with diamonds. Diamonds പോലെയാണ് എന്ത്, സ്റ്റാർസ് സ്കൈയില് ഷൈൻ ചെയ്ത് നിൽക്കാറ് എന്നാണ് കേട്ടോ മക്കളെ പറയാറ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ഇതാണ് സ്റ്റാർസിന്റെ ഓരോ ഇത്. സപ്തർഷി ആൻഡ് നോർത്ത് സ്റ്റാർ അല്ലെ, ഉർസ മൈനർ എന്ന് പറയുന്ന സ്റ്റാർ അല്ലെ, നോർത്ത് സ്റ്റാർ, ദിസ് പോളാറിസ് ആൻഡ് ദ പ്ലോഗ്. ദിസ് അത്രയും ഷൈനിങ് ആയിട്ടുള്ള ഡിം സ്റ്റാർസിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഇസ് ഉർസ മൈനർ and Polaris. It is known as North Star and Plough. Okay, next one നോക്കിക്കേ. They all appear to be twinkling. അല്ലെ, ഇതൊക്കെ നോക്കിക്കേ, പല ടൈപ്സ് ഓഫ് സ്റ്റാർസ് ഉണ്ട് സ്കൈയിൽ നിന്ന് ടീച്ചർ പറഞ്ഞില്ലേ. ബ്രൈറ്റ് ചെയ്യുന്ന, നല്ലോണം ബ്രൈറ്റ് ചെയ്യുന്ന സ്റ്റാർസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിം ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന സ്റ്റാർസും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ പല ടൈപ്പ് ഉണ്ട്. Ursa Minor is one of them, and second one Polaris, it is known as North Star, and third one it is the Plough. Okay, അതിനെ കുറിച്ചാണ് പറയുന്നത്. They all appear to be twinkling. ഇങ്ങനെ ട്വിങ്കിൾ ചെയ്തുകൊണ്ട് നിൽക്കും അല്ലെ. But if you look at them carefully, you will notice that some of them do not twinkle. കുറച്ച് നമ്മൾ കുറെ ഇങ്ങനെ നക്ഷത്രത്തിൽ നോക്കിക്കുമ്പോ അത് നമ്മളോട് കണ്ണ് പൂട്ടും തുറക്കും പോലെ, മനുഷ്യര് കണ്ണ് തുറക്കും പൂട്ടും പോലെ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ചില സ്റ്റാർസ് ഷൈൻ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ചില സ്റ്റാർസ് ഷൈൻ ചെയ്യാത്തതും ഉണ്ടാവുന്നു. Okay, they simply glow without any flicker, just as the moon shines. അല്ലെ, മൂൺ ഷൈൻ ചെയ്യുന്ന പോലെ, ചന്ദ്രൻ അത്രയും പ്രകാശിപ്പിക്കുന്ന പോലെ തന്നെ ചില സ്റ്റാർസ് അത്രയും നല്ല ഭംഗിയിൽ ഷൈൻ ചെയ്യാറുണ്ട് സ്കൈയില്. പക്ഷേ മറ്റു സ്റ്റാർസ് ഒക്കെ, ചില സ്റ്റാർസ് ഒക്കെ ഷൈൻ ചെയ്യാതെ ഡിം ലൈറ്റ് മാത്രം പ്രകാശിപ്പിക്കുന്ന നക്ഷത്രങ്ങളും ഉണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്.
Okay, there are stars, they all appear to be twinkling, but if you look them carefully, you will notice that some of them do not twinkle as others do. They simply glow without any flicker, just as the moon shines. Okay, and next one. Along with these bright objects, ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന സ്റ്റാർ പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ നൈറ്റിൽ നിങ്ങൾക്ക് സ്കൈയിൽ കാണാൻ പറ്റും മക്കളെ? യു മേ ഓൾസോ സീ ദ മൂൺ, ചന്ദ്രനെ കാണാം അല്ലേ? ഇറ്റ് ഈസ് ഓൺ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം അല്ലേ? പിന്നെന്താണ്? ഇറ്റ് മേ ഹൗവർ അപ്പിയർ അറ്റ് ഡിഫറെന്റ് ടൈംസ്, പല ടൈംസിലാണ് കാണാറുള്ളത് ചന്ദ്രനെ. ഇപ്പൊ രാത്രി മാത്രമല്ല കാണാറുള്ളത്, പകല് സൂര്യനാണ് അല്ലെ വിസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്, ചില സമയം എന്താണ് ഡിഫറെന്റ് ഷേപ്പ്, ഫുൾ മൂൺ ആയിട്ട് കാണാറുണ്ട്, ചില ടൈമിൽ ഹാഫ് ആയിട്ട് കാണാറുണ്ട് ചന്ദ്രൻ അല്ലെ. അങ്ങനെ ഡിഫറെന്റ് പൊസിഷൻ, ഒരേ പൊസിഷനിലാണോ മൂൺ എപ്പോഴും ഉണ്ട് ഷൈൻ ചെയ്യാറുള്ളത് സ്കൈയിൽ? അല്ല അല്ലെ, ഡിഫറെന്റ് പൊസിഷൻസിലാണ് അത് ഷൈൻ ചെയ്യാറുള്ളത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, യു ക്യാൻ സീ ദ ഫുൾ മൂൺ ഓൺലി വൺസ് ഇൻ അബൌട്ട് എ മന്ത്സ് ടൈം. മാസത്തിൽ ഒരിക്കലും മാത്രമേ മക്കൾ എന്ത് കാണാറുള്ളൂ? പൂർണ്ണ ചന്ദ്രനെ കാണാറുള്ളൂ. ഇറ്റ് ഈസ് ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ. ആ ഒരു നൈറ്റിനെ പറയുന്ന, ആ ഒരു ഫുൾ മൂൺ ഉണ്ടാവുന്ന നൈറ്റിനെ പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ എന്നൊരു ടേം വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ എന്നൊരു ടേം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലെ പോയിന്റ് നോക്കിക്കേ. എ ഫോർട്ട്നൈറ്റ് ലേറ്റർ, പിന്നെന്താണ്? പാതിരാത്രി ആവുമ്പോ യു കനോട്ട് സീ ഇറ്റ് അറ്റ് ഓൾ അല്ലെ. ലാസ്റ്റ് പുലർച്ചെ ആവുമ്പോ നിങ്ങൾക്ക് പിന്നെ സ്റ്റാർസും മൂണും കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ മൂൺ നൈറ്റ് ഓർ അമാവാസ്യ. അങ്ങനെ പിന്നെ ഉള്ള ദിവസം എന്താ പറയാ? ന്യൂ മൂൺ നൈറ്റ് എന്നോ അല്ലെങ്കിൽ അമാവാസ്യ എന്നോ ആണ് പറയാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഓൺ ദിസ് ഡേ യു ക്യാൻ വാച്ച് ദ നൈറ്റ് സ്കൈ ബെസ്റ്റ്. ആ ഒരു ദിവസം അല്ലെ, ന്യൂ മൂൺ നൈറ്റ് എന്ന് പറയുന്ന ദിവസം നമുക്ക് എന്താണ്? ഈ ഒരു നൈറ്റ് സ്കൈ അല്ലെങ്കിൽ മൂണിനെ നമുക്ക് ബെസ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ള നൈറ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഇസ് എ ക്ലിയർ നൈറ്റ് എന്നാണ്. ന്യൂ മൂൺ നൈറ്റ് ഓർ അമാവാസി എന്ന് പറയുന്ന ആ ഒരു ഡേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ക്ലിയർ നൈറ്റ്, വി ക്യാൻ വാച്ച് ദ നൈറ്റ് സ്കൈ വെരി ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ആൻഡ് ഡു യു വണ്ടർ വൈ കാൺട്ട് വി സീ ദ മൂൺ അറ്റ് ഡേ ടൈം? എന്തുകൊണ്ടാണ് ചന്ദ്രനെ നമുക്ക് ഡേ ടൈമിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റാത്തത്? ഓക്കെ, ആൻഡ് ഓൾ ദോസ് ബ്രൈറ്റ് ടൈനി ഒബ്ജക്ട് ഡ്യൂറിംഗ് ഡേ ടൈം, എന്തുകൊണ്ടാണ് ഡേ ടൈമിൽ അത് മാത്രം വിസിബിൾ ആവാത്തത്? നമ്മൾ പകൽ ടൈമിൽ വിസിബിൾ ആയി നമുക്ക് കാണാൻ പറ്റുന്നത് സണ്ണിനെയാണ് അല്ലെ. രാത്രി മാത്രമാണ് എന്ത് വിസിബിൾ ആവുള്ളൂ? മൂൺ വിസിബിൾ ആയിട്ട് കാണുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ദ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഡസ് നോട്ട് അലൗ അസ് ടു സീ ഓൾ ദിസ് ബ്രൈറ്റ് ഒബ്ജക്ട് ഓഫ് ദി നൈറ്റ് സ്കൈ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സണ്ണിന്റെ ബ്രൈറ്റ് ലൈറ്റ് മൂലമാണ് നമുക്ക് രാത്രി കാണുന്ന ചില ഒബ്ജക്റ്റിനെ നമുക്ക് പകല് കാണാൻ പറ്റാത്തത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ബിക്കോസ് ദ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദി സൺ ഡസ് നോട്ട് അലൗ us to see all this bright object of the sky എന്നാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഇതാണ് നമ്മളെ സ്റ്റാർസ് അല്ലെ, സ്കൈയിൽ വിസിബിൾ രാത്രി വിസിബിൾ ആവുന്ന സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മക്കൾ കണ്ടോക്ക്, ചിലത് വെരി ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്ന സ്റ്റാർസും ഉണ്ട്, ചിലത് ചെറിയ കുഞ്ഞു സ്റ്റാർസ് ഇല്ല അവിടെ ഇവിടെ ആയിട്ട് കാണുന്ന സ്റ്റാർസ്, അത്ര ഷൈനിങ് അല്ലാത്ത സ്റ്റാർസും ഉണ്ട് എന്ന് പറയാൻ കാരണം ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. The sun and the moon and all those objects shining in the night sky are called celestial bodies. അല്ലെ, പകലാവുമ്പോ സണ്ണാണ് ഷൈൻ ചെയ്യുന്നത്, രാത്രിയാവുമ്പോ മൂൺ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്റ്റ് സ്റ്റാർസ് ഒക്കെ ഷൈൻ ചെയ്യും എപ്പോ? രാത്രിയില്. അപ്പൊ ഇതിനൊക്കെ ഷൈൻ ചെയ്യുന്ന സൺ, മൂൺ ആൻഡ് സ്റ്റാർസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം എന്താണ് മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ആസ് സെലസ്റ്റിയൽ ബോഡീസ്. അതിനെ പറയുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന ടേം ഉദ്ദേശിച്ചിട്ട് കേട്ടോ. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? ഒന്നും കൂടെ നമുക്ക് നോക്കിയാലോ. ദി സൺ, ദി മൂൺ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്ട് അല്ലെ,
that is shining in the night sky are called as what? എന്താണ് ആ ഒരു ടേം നമ്മൾ പറഞ്ഞത്? എല്ലാവിധ ഷൈനിങ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള സൺ ആയിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റാർസ് ആയിക്കോട്ടെ, അതിനൊക്കെ പറയുന്ന ടേം എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് സെലസ്ട്രിയൽ ഒബ്ജക്ട്സ് എന്നാണ് പറയാറുള്ളത് അല്ലെ. ഈ സ്ലൈഡിൽ ലാസ്റ്റ് പോയിന്റ് മക്കളൊന്ന് നോക്കിക്കേ. ആൻഡ് സം സെലസ്ട്രിയൽ ബോഡീസ് ആർ വെരി ബിഗ് ആൻഡ് ഹോട്ട് അല്ലെ. ചില സെലസ്റ്റിയൽ ബോഡീസ്, ഇപ്പൊ സൺ ആയിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, വളരെ ബിഗ് ആണ് അതിന്റെ ഷേപ്പ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നല്ല ചൂടുമായിരിക്കും അല്ലെ. ആൻഡ് ദേ ആർ മെയ്ഡപ്പ് ഓഫ് ഗ്യാസസ്. പല ഗ്യാസസ് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസ് ആണ് സൺ ആയിക്കോട്ടെ, മൂൺ, അങ്ങനെയുള്ള ഷൈനിങ് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? സം സെലസ്റ്റിയൽ ബോഡീസ് ആർ വെരി ബിഗ് ആൻഡ് ഹോട്ട് ബിക്കോസ് ദേ ആർ മെയ്ഡപ്പ് ഓഫ് ഗ്യാസസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ. എന്തുകൊണ്ടാണ് ദേ ആർ മെയ്ഡപ്പ് ഓഫ് ഗ്യാസസ് എന്ന് പറയാൻ കാരണം ഈ ഒരു സെലസ്റ്റിയൽ ബോഡീസ്? നമുക്ക് നോക്കിയാലോ. ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അവർക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള കുറെ ഹീറ്റ്, അവരുടേതായിട്ടുള്ള ഹീറ്റ് ഉണ്ടാവും, ചൂടുണ്ടാവും അതിന്റെ അകത്ത്. അതുപോലെ തന്നെ ലൈറ്റും പ്രകാശവും ഉണ്ടാവും. വിച്ച് ദേ എമിറ്റ് ഇൻ ലാർജ് എമൗണ്ട്. അവർ പുറത്തേക്ക് തള്ളുന്നത് എന്താണ്? സൺ ആയിക്കോട്ടെ, സൺ എന്താണ്? കൂടുതൽ ഹീറ്റ് ഉള്ളതാണ്, അതുപോലെ തന്നെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ മൂണും. അപ്പോ അത് അവർ പുറത്തുള്ള വളരെ ലാർജ് എമൗണ്ട് ആണ്. അങ്ങനെയാണ് നമുക്ക് വെയിൽ കിട്ടുന്നത് അല്ലെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ഈ ഒരു സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ പറയുന്ന പേര് സ്റ്റാർസ് എന്നാണ്. ഓക്കെ, അപ്പൊ സൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദ സൺ ഈസ് എ സ്റ്റാർ. ഓക്കെ, സൺ ഈസ് ഡിനോട്ട്സ് ആസ് എ സ്റ്റാർ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ദീസ് സെലസ്റ്റിയൽ ബോഡീസ് ലൈക്ക് സൺ, മൂൺ have their own heat and light which they emit in large amounts. അല്ലേ? What about second point? These celestial bodies are called as stars. ഓക്കെ, അതിനെയൊക്കെ ഈ ഒരു സെലസ്റ്റിയൽ ബോഡീസിനൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് മക്കളെ? സ്റ്റാർസ് എന്നാണ്. അതുകൊണ്ട് തന്നെ സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാർ ആണ്. ദ സൺ ഈസ് എ സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ നമുക്ക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് മക്കൾ നോക്കിക്കേ. ദ കൗണ്ട്ലെസ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഇൻ ദ നൈറ്റ് സ്കൈ ആർ സിമിലർ ടു ദി സൺ എന്നാണ് പറയുന്നത്. എത്രയോ നക്ഷത്രങ്ങൾ ഉണ്ട് അല്ലെ, നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇത് സിമിലർ തന്നെയാണ് എന്ത് നമ്മുടെ സൂര്യനും എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ബട്ട് വി ഡു നോട്ട് ഫീൽ ദിയർ ഹീറ്റ് ഓർ ലൈറ്റ്. പക്ഷേ ഈ ഒരു സ്റ്റാർസിന്റെ, രാത്രിയുള്ള സ്റ്റാർസിന്റെ എന്താണ് ഹീറ്റോ അതുപോലെ തന്നെ ലൈറ്റോ നമുക്ക് ഫീൽ ചെയ്യാറില്ല. അത് അത്രയും ടൈനി ആയിട്ട് ഷൈനിങ് ആയിട്ട് സ്കൈയിൽ നിലനിൽക്കുന്നു മാത്രമേ നമുക്ക് അറിയാറുള്ളൂ. ബിക്കോസ് ദേ ആർ വെരി ഫാർ അവേ ഫ്രം അസ്. ബിക്കോസ് സ്റ്റാർസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർസിന്റെ ഹീറ്റും ലൈറ്റും ഒന്നും അറിയാത്തത്, എടുത്തുനിന്നറിയാത്ത എന്താണ്? അത് കൂടുതൽ നമ്മളിൽ നിന്ന് അകലെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? The countless twinkling stars in the night sky are similar to the sun. അല്ലെ? പിന്നെയോ? But we do not feel their heat or light because what's the reason? Because they look so tiny, because they are very far from us. Okay, next slide. ഇനി രാത്രി കാലങ്ങളിൽ നിങ്ങൾ ആകാശത്ത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും എന്താണ്? പല ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ടാവും ആകാശത്ത് അല്ലെ. വൈൽ വാച്ചിങ് ദ നൈറ്റ് സ്കൈ യു മേ നോട്ടീസ് വേരിയസ് പാറ്റേൺസ് ദാറ്റ് ഇസ് ഫോംഡ് ബൈ ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് സ്റ്റാർസ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? കോൺസ്റ്റലേഷൻ അല്ലെ. നിങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോ പല ഗ്രൂപ്പിലുള്ള നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ പറ്റില്ല മക്കളെ. അങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സ്റ്റാർസിന് പറയുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് കോൺസ്റ്റലേഷൻ അല്ലെ. വൈൽ വാച്ചിങ് ദ നൈറ്റ് സ്കൈ you may notice various patterns that is formed by different groups of stars. It is called as what? It is called as constellation. Okay, പിന്നെ
അതാണ് നമ്മൾ സപ്താർഷി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ പറഞ്ഞ അഴ്സ മൈനർ, പോളാരിസ്, നോർത്ത് സ്റ്റാർ, പ്ലോഗ് ഒക്കെ പറഞ്ഞ ആ ഒരു കോൺസ്റ്റലേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ദ അഴ്സ മേജർ ഓർ ബിഗ് ബിയർ, അഴ്സ മേജർ എന്ന് പറയുന്ന സ്റ്റാർ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാറിന്റെ ഇതിനെയാ പറയുന്നത്. അഴ്സ മേജറിന് മറ്റൊരു പേരുണ്ട്, എന്താണ് മക്കളെ? ഇറ്റ് ഇസ് ബിഗ് ബിയർ എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് വൺ സച്ച് കോൺസ്റ്റലേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇതിൽ കണ്ടു, ഈ ഒരു ഫിഗറിൽ മക്കള് കണ്ടതാണ്. ഏതാണ്? ദാ constellation Ursa Minor, Polaris, the North Star and the Plough is all this is belong to constellation. Okay, പിന്നെ ഓക്കെ, അതുപോലെ തന്നെ അഴ്സ മേജർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതിന്റെ മറ്റൊരു പേരെന്താണ് മക്കളെ? ബിഗ് ബിയർ എന്നാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി കോൺസ്റ്റലേഷൻ എന്ന് മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. വൺ ഓഫ് ദി മോസ്റ്റ് ഈസിലി റെക്കഗ്നൈസബിൾ കോൺസ്റ്റലേഷൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റാർ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഇസ് സ്മോൾ ബിയർ ഓർ സപ്താർഷി, സപ്ത 7 ഋഷി സേജസ് അല്ലെ. അഴ്സ മൈനർ ആണ് നമുക്ക് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റാർ അഴ്സ മൈനർ ആണ്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന അഴ്സ മൈനർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ആ ഫിഗറിൽ കണ്ടത്. അഴ്സ മൈനർ, പോളാരിസ് അല്ലെ, ഓർ ദ നോർത്ത് സ്റ്റാർ ഓർ ദ പ്ലോഗ്, ആ ഒരു ഫിഗറിൽ നമ്മൾ കണ്ടതാണ്. കൂടുതൽ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള സ്റ്റാർ ആണ് ഏത് മക്കളെ? ഇറ്റ് ഈസ് സപ്താർഷി ഓർ ദ സ്മോൾ ബിയർ അല്ലെ, സപ്ത 7 ഋഷി സേജസ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? Ursa Major or Big Bear is one such constellation, and second, one of the most easily recognizable constellation ഏതാണ് മക്കളെ? ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇത് സ്മോൾ ബിയർ ഓർ സപ്താർഷി. ഓക്കെ, പിന്നെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഈ ദിശയൊക്കെ നോക്കിയിരുന്നത് അല്ലെങ്കിൽ ടൈമൊക്കെ നോക്കിയത് എന്തിന്റെ ബേസിസിലായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ബേസ്ഡ്, പണ്ട് കാലത്ത് ദിശയൊക്കെ നോക്കിയത് ഈ സ്റ്റാർസിന്റെ ബേസിസിലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. നോക്കിക്കോ ഈ സ്ലൈഡിന്റെ ഫസ്റ്റ് പോയിന്റ്. ഇൻ ആൻഷ്യന്റ് ടൈംസ് പീപ്പിൾ യൂസ് ടു ഡിറ്റർമൈൻ ഡയറക്ഷൻസ് ഡ്യൂറിംഗ് ദ നൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർസ് അല്ലെ. രാത്രി കാലങ്ങളിൽ ആളുകള് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ഡയറക്ഷൻസ് നോക്കുന്നത് എന്ത് നോക്കിയിട്ടാണ് മക്കളെ? നമ്മളെ സ്റ്റാർസ് നോക്കിയിട്ടാണ് അല്ലെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ഇത് നോർത്ത് സ്റ്റാർ, നോർത്ത് സൈഡിലുള്ള സ്റ്റാർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് മക്കളെ? ഇറ്റ് ഈസ് നോർത്ത് ഡയറക്ഷൻ ആണ്. അതിന് പറയുന്ന പേരെന്താണ് മക്കളെ? പോൾ സ്റ്റാർ. അത് നമ്മൾ ഫിഗറിൽ കണ്ടതാണ് അല്ലെ. പോൾ സ്റ്റാർ, നോർത്ത് സ്റ്റാർ കണ്ടതാണ് അല്ലെ ഫിഗറില്. അപ്പൊ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോർത്ത് ഡിറക്ഷൻ ആണെന്ന് ഓർക്കുക. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? പോൾ സ്റ്റാർ അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇൻ ഏൻഷ്യന്റ് ടൈംസ് പീപ്പിൾ യൂസ് ടു ഡിറ്റർമൈൻ ഡിറക്ഷൻസ് ഡ്യൂറിംഗ് ദ നൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർസ് അല്ലെ. സെക്കൻഡ് പോയിന്റ് മക്കൾ നോക്കിക്കേ. The North Star indicates the north direction as it is called as what? It is called as എന്താണ് മക്കളെ? അത് എന്ത് ഇതിനെയാ ടേം ഡിനോട്ട് ചെയ്യുന്നത്? നോർത്ത് സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് നോർത്ത് ഡിറക്ഷൻ ആണ്. അതിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് പോൾ സ്റ്റാർ എന്നാണ്. ഓക്കെ, പിന്നെ ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത് നോക്കിക്കേ. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. പോൾ സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാർ എപ്പോഴും അത് ഷൈൻ ചെയ്ത് നിൽക്കുന്ന പൊസിഷൻ തന്നെയായിരിക്കും. എല്ലാ ദിവസവും അത് ഷൈൻ ചെയ്ത് നിൽക്കുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് മക്കൾ നോക്കിക്കേ. ഇനി we can locate the position of the pole star with the help of സപ്താർഷി. നമുക്ക് ആ പോൾ സ്റ്റാറിന്റെ ലൊക്കേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തിന്റെ ഹെൽപ്പോടെ? സപ്താർഷി എന്ന് പറയുന്ന ആ ഫിഗർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സ്റ്റാർസ് ആണ്, ഏതൊക്കെ ഇതില് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഏതൊക്കെയാണ്, ഓരോ സൈഡില് ഏതൊക്കെ സ്റ്റാർസ് ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. സപ്താർഷി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മൾ ആ ഫിഗർ പറഞ്ഞതാണ്. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞു. ഇതാണ് സപ്താർഷി. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായും പോൾ സ്റ്റാർ എവിടെയാ. പോൾ സ്റ്റാർ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? ഈ ഒരു സൈഡിലാണ് ഉണ്ടാവുക. എല്ലാ ദിവസവും പോൾ സ്റ്റാർ ഈ ഒരു സൈഡിലായിരിക്കും ഉണ്ടാവുക. അഴ്സ മൈനർ
ഓക്കെ, ഫ്ലോഗ്. പിന്നെ അതിന്റെ പൊസിഷന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയാറ്. ഓക്കെ, അങ്ങനെ ഈ ഒരു പോൾ സ്റ്റാറിന്റെ ലൊക്കേഷൻ നോക്കുന്ന എന്ത് വെച്ചിട്ടാണ്? ഈ സപ്താർഷി എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ടാണ് അവര് പോൾ സ്റ്റാറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? The pole star remains in the same position. അല്ലെ, പോൾ സ്റ്റാറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, പോൾ സ്റ്റാർ റിമെയിൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. എപ്പോഴും അത് ലൊക്കേറ്റ് ചെയ്യുന്ന അതിന്റെ പൊസിഷനിൽ തന്നെയായിരിക്കും. എപ്പോഴും സ്കൈയിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള പൊസിഷനിലായിരിക്കും അത് നിൽക്കാറ്. ഒരു സൈഡിൽ എപ്പോഴും അതിന്റെ സൈഡിൽ തന്നെ നിൽക്കാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും പോൾ സ്റ്റാറിന് ഇല്ല. പിന്നെയോ, how we can locate the location, the position of pole star? We can locate the position of pole star with the help of what? Saptarshi. Okay, and next slide നോക്കിക്കേ. And first point നോക്കാം അല്ലെ. Some celestial bodies do not have their own heat and light. അപ്പൊ മക്കൾക്കറിയാം, ചില celestial bodiesന് അതിൻ്റെതായ ഹീറ്റും ലൈറ്റും ഒക്കെ ഒന്നും ഇല്ലാത്ത celestial bodiesഉം സ്കൈയിലുണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. They are lit by the light of stars. ഈ നക്ഷത്രത്തിന്റെ പ്രകാശം കൊണ്ടാണ് അതും ലൈറ്റ് ചെയ്യുന്നത് എന്നാണ്. അതിന്റെ ലൈറ്റ് ആണ് ആ ഒരു സെലസ്റ്റിയൽ ബോഡീസിന് കിട്ടുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കി. Such bodies are called planets. അല്ലെ, പ്ലാനറ്റ്സ് എന്തില്ല? they do not have their own heat. അവർ ചൂടോ ലൈറ്റോ ഒന്നും പുറന്തള്ളുന്നില്ല, പുറമേക്ക് നമ്മൾ കാണുന്നില്ല. ഇത് സ്റ്റാർസിന്റെ ലൈറ്റിന്റെ ഹെൽപ്പോടെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? Some celestial bodies do not have their own heat and light. It is called as what? Planets. Okay, planets എന്ന് പറയുമ്പോൾ they are lit by the light of the stars എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ മക്കൾക്ക്? ഇനി എന്താണ് പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് മക്കൾക്ക് അറിയോ? ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. It is the word planet. Comes from the Greek word. The planet എന്ന് പറയുന്ന ആ വേർഡ് എന്തിൽ നിന്നാണ് വന്നത്? ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നത് കേട്ടോ. അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്ലാനറ്റൈ എന്നാണ്, which means wanderers. ഓക്കെ, ഓരോ സ്ഥലത്ത് എന്താ പറയാ ജേണി നടത്തുന്ന ഓരോ ആളുകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന വാൻഡറേഴ്സിന് പോലെയാണ് ഈ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ്? ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നത്? ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് വന്നത് അല്ലെ. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് ഇറ്റ് ഡിനോട്ട്സ് വാൻഡറേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. The earth on which we live is a planet. അല്ലെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പ്ലാനറ്റ് ആണ് എന്നാണ് കേട്ടോ പറയുന്നത്, നമ്മുടെ earth. ഓക്കെ, it gets all its heat and light from the sun, which is our nearest star. ഓക്കെ, ഈ ഒരു എർത്തിന് പ്രകാശവും ചൂടൊക്കെ കിട്ടുന്ന എന്തിൽ നിന്നാണ് മക്കളെ? അതിന്റെ അടുത്തുള്ള സ്റ്റാർ. എർത്ത് ഒരു സ്റ്റാർ ആണെന്ന് മക്കൾക്ക് അറിയല്ലോ. എർത്തിന്റെ അടുത്തുള്ള നിയറസ്റ്റ് സ്റ്റാർ ആണ്, നക്ഷത്രമാണ് എന്ത്? സൺ എന്ന് പറയുന്നത്. അപ്പൊ സൺ എന്ത് ചെയ്യും? എല്ലാ വിധത്തിലുള്ള ലൈറ്റും ഹീറ്റും ഒക്കെ എർത്തിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ? നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം അല്ലെ. The word planet, comes from the Greek word planetae, which means wanderers. Okay, second point എന്താണ് മക്കൾ നോക്കിക്കേ? The earth on which we live is called as planet. Okay, and it gets all its heat. The earth gets all its heat and light from the sun, which is our nearest planet or nearest star. Okay, next slide. ഓക്കെ, അപ്പൊ സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണെന്ന് മക്കൾക്ക് അറിയാം. വാട്ട് അബൌട്ട് മൂൺ? നമ്മൾ രാത്രി കാണുന്ന മൂൺ എന്താണ് നോക്കിയാലോ? ഫസ്റ്റ് പോയിന്റ്, ദി മൂൺ ദാറ്റ് വി സീ ഇൻ ദ സ്കൈ is a satellite. നമ്മൾ രാത്രി കാലങ്ങളിൽ കാണുന്ന ചന്ദ്രൻ ഒരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ,
and it is a companion of our earth and moves round it. ഇതെന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഒരു കമ്പാനിയൻ ആണ്, ഫ്രണ്ട് പോലെയാണ്, എപ്പോഴും എന്ത് ചെയ്യും, എർത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കും മൂൺ. ഓക്കെ, like our earth there are 8 other planets that gets heat and light from the sun. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ വേറെ പ്ലാനറ്റിനും സൺ എന്ത് കൊടുക്കുന്നുണ്ട്, ചൂടും ലൈറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ പ്ലാനറ്റ്സ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? The moon that we see in the sky is a satellite. Okay, and the moon is a companion of our earth and moves round it. The moon will rounds around the sun, moon will rounds around the earth. Okay, like our earth there are 8 other planets that get heat and light from the sun എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം അല്ലെ. സ്റ്റാർസിനെ കുറിച്ചാണ് പറഞ്ഞത്. സപ്താർഷി ആൻഡ് ദ നോർത്ത് സ്റ്റാർ പിക്ചറൈസ് ചെയ്താണ്. എന്തൊക്കെയാണ് അതിലുള്ളത്? ഏഴ്സ മൈനറുടെ പൊസിഷൻ ആൻഡ് പോളാരിസ് അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറിന്റെ പൊസിഷൻ, ദ പ്ലോഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാറിന്റെ പൊസിഷൻ ഒക്കെയാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത് അല്ലെ. We see the stars appear to be twinkling at night. And if you look at them carefully, you will notice some of them does not twinkle in the sky. അതിന്റെ റീസൺ എന്താണ് മക്കളെ? Along with these bright objects you may also see moon on most of the days. ഇങ്ങനെയുള്ള സ്റ്റാർസിന്റെ കൂടെ എപ്പോഴും ആരും കൂടെ ഉണ്ടാവും, കമ്പാനിയൻ ആയിട്ട് മൂണും ഉണ്ടാവും അല്ലെ രാത്രി. ഓക്കെ, ഇറ്റ് മേ however appear at different times. എന്ന് പറയുമ്പോ മൂൺ അപ്പിയർ ചെയ്യുന്നത് ഒരേ പൊസിഷനിലായിരിക്കില്ല എല്ലാ രാത്രികളിലും നമ്മൾ ചന്ദ്രനെ കാണുന്നത്, പല പൊസിഷനിലായിരിക്കും. ഒന്ന് ഇന്നലെ എവിടെയാണെങ്കിൽ നാളെ ഈ പൊസിഷനിൽ അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ ഫുൾ മൂൺ ഉള്ള ടൈം ഉണ്ടാവും, ഹാഫ് മൂൺ ഉണ്ടാവും. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരിക്കലേ വരുള്ളൂ. ആ ഫുൾ മൂൺ നൈറ്റിന് മറ്റൊരു പേരുണ്ട്, എന്താണ് മക്കളെ? പൂർണിമ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എന്താണ്? ചില നൈറ്റില് നമുക്ക് യു കനോട്ട് സീ അറ്റ് ഓൾ. ചില നൈറ്റില് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, മൂണ് കാണാൻ പറ്റാത്ത അതിന് ന്യൂ മൂൺ ലൈറ്റ് എന്നോ അമാവാസ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ടൈമിൽ ക്ലിയർ സ്കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലിയർ ആയിട്ട് ആ ഒരു ടൈമിൽ മൂൺ വിസിബിൾ അല്ലാത്തൊരു ടൈമിന് എന്താണ് നമ്മൾ ന്യൂ നൈറ്റ് അല്ലെങ്കിൽ എന്താണ് ന്യൂ മൂൺ നൈറ്റ് എന്നോ അമാവാസി എന്നാണ് പറയുന്നത്. അറ്റ് ഫോർത്ത് നൈറ്റ് ലേറ്റർ യു ക്യാൻ സീ ഇറ്റ് അറ്റ് ഓൾ. കാണാൻ പറ്റില്ല ചന്ദ്രൻ. പിന്നെ എന്താണ് നമ്മൾ ഒരു പുലർച്ചെ ആകുമ്പോൾ അത് പോവും. അങ്ങനെ ആകുമ്പോൾ ന്യൂ മൂൺ നൈറ്റ് എന്നോ അമാവാസി എന്നാണ് പറയുക. അങ്ങനെ കാണാത്തതില് ഓൺ ദിസ് ഡേ, ആ ഒരു ന്യൂ മൂൺ നൈറ്റില് എന്താണ് ഇറ്റ് ഇസ് വി ക്യാൻ സീ ഓൺലി എ ക്ലിയർ നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, ഇത് സ്റ്റാർസ് ആണ്, പല സ്റ്റാർസ്. അതുപോലെ തന്നെ എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് എന്നാണ്? സെലസ്റ്റിയൽ ബോഡീസിൽ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് മക്കളെ വരിക? ഇറ്റ് ഈസ് മെയിൻലി സൺ ഉണ്ട്, ദി മൂൺ ഇസ് ദെയർ, ഓൾ ദോസ് ഒബ്ജക്ട്സ് ദാറ്റ് ഈസ് the sun is there and the moon and all this object that is shining in the sky is called as what? Celestial bodies. Okay, ചില celestial bodies എന്ന് പറയുന്നത് very big ആണ്, hot ആണ്, because they are made up of gases അല്ലേ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, ചില സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന് ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും അല്ലെ. അത് ലാർജ് എമൗണ്ട് പുറന്തള്ളും നമ്മുടെ എർത്തിലേക്ക് അല്ലെ. ഈ ഒരു സെലസ്റ്റിയൽ ബോഡീസിന് നമ്മൾ സ്റ്റാർസ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ സൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇസ് എ സ്റ്റാർ. വെരി ഗുഡ്. ഓക്കെ, വാട്ട് അബൌട്ട് മൂൺ? മൂൺ എന്താണ്? ഒരു സാറ്റലൈറ്റ് ആണ് അല്ലേ. അപ്പൊ ചില ടൈമിൽ നമുക്ക് രാത്രിയിൽ കാണാം ചില ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്, കൂട്ടത്തോടെ ചില സ്റ്റാർസ് ഓരോ സൈഡിൽ കാണാം. അതിനെ പറയുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ആസ് കോൺസ്റ്റലേഷൻ അല്ലേ. You may notice the various patterns formed by different groups of stars is called as what? It is meant by constellation. പിന്നെയോ
അപ്പൊ ഏഴ്സ മേജർ ഓർ ബിഗ് ബിയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റലേഷൻ ആണ് കേട്ടോ മക്കളെ. പിന്നെ കൂടുതൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റലേഷൻ ഏതാണ്? ഇറ്റ് ഈസ് സ്മോൾ ബിയർ ഓർ സപ്താർഷി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ പണ്ട് കാലഘട്ടത്ത് ആളുകൾ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർസിനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇൻ ആൻഷ്യന്റ് ടൈംസ് പീപ്പിൾ യൂസ് ടു ഡിറ്റർമൈൻ ഡിറക്ഷൻസ് ഡ്യൂറിംഗ് ദ നൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർസ് അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, എന്താണ് പോൾ സ്റ്റാർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ നോർത്ത് സ്റ്റാർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ നോർത്തിലുള്ള സ്റ്റാർ നോർത്ത് ഡയറക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ഡിനോട്ട്സ് ആസ് പോൾ സ്റ്റാർ. ഓക്കെ, പിന്നെ ഈ പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരേ പൊസിഷനിലായിരിക്കും അത് വിസിബിൾ ആവുക സ്കൈയില്. ഓക്കെ, ബിക്കോസ് പോൾ സ്റ്റാർ ഓൾവേസ് റിമെയിൻ ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. ഓക്കെ ആൻഡ് വി ക്യാൻ ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് പോൾ സ്റ്റാർ. നമുക്ക് പോൾ സ്റ്റാറിന്റെ പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഈ സൈഡിലാണ് നമ്മൾ കണ്ടതാണ് അല്ലെ പോൾ സ്റ്റാറിന്റെ ലൊക്കേഷൻ. എപ്പോഴും ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് പ്ലാനറ്റ്സ് എന്ന്? ചില സെലസ്റ്റിയൽ ബോഡീസ് എന്തുണ്ടാവില്ല, അവർക്ക് അവരുടെ ലൈറ്റ് പ്രകാശിപ്പിക്കാനോ ചൂടോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള celestial bodies എന്ന് പറയുന്ന പേരെന്താണ് മക്കളെ? It is denotes as planets. Okay, some celestial bodies do not have their own heat and light. That is called as planets. They are lit by the light of stars. അല്ലേ? പിന്നെ planet എന്ന് പറയുന്ന വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്? It is Greek word ആയിട്ടുള്ള planete എന്ന് വന്നതാണ്. It means wanderer. Okay, അതുപോലെ തന്നെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പ്ലാനറ്റ് അല്ലെ. എർത്തിന്റെ നിയറസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സൺ അല്ലെ. അതുപോലെ തന്നെ മൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മൂൺ ഇറ്റ് ഈസ് എ കമ്പാനിയൻ ഓഫ് അവർ അല്ലെ, നമ്മുടെ എന്തിന്റെ പ്ലാനറ്റിന്റെ കമ്പാനിയൻ ആണ് മൂൺ. ഇറ്റ് ഈസ് ദി കമ്പാനിയൻ ഓഫ് അവർ എർത്ത് അല്ലെ. ഇതുപോലെ തന്നെ 8 അതർ പ്ലാനറ്റ്സ് ഉണ്ട് നമ്മുടെ എർത്തിനെ സണ്ണിനെ പോലെ അല്ലെ. ഇതുപോലെ തന്നെ എർത്തിനെ പോലെ തന്നെ സണ്ണിൽ നിന്ന് ഹീറ്റും ലൈറ്റും കിട്ടുന്ന വേറെ പ്ലാനറ്റ്സ് 8 പ്ലാനറ്റ്സ് വേറെ ഉണ്ട് എന്നാട്ടോ മക്കളെ പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഒരു സിമ്പിൾ ആയിട്ട് പഠിച്ചത് അല്ലെ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടേമും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് സോളാർ സിസ്റ്റം അല്ലെ. സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഇതിൽ ഈ സെലസ്റ്റിയൽ ബോഡീസ് 8 പ്ലാനറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.